ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിവിധ ഉദ്ദീപനങ്ങളെ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതിനായി എന്തെല്ലാം സംവിധാനങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെയാണ് മെയിൻ ടോപ്പിക്സ് നോക്കാം. സ്ട്രക്ചർ ഓഫ് ന്യൂറോണിന്റെ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ, ദെൻ ഇമ്പൾസ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ന്യൂറോണിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. നെർവസ് സിസ്റ്റം നമ്മൾ ബ്രെയിനിന്റെയും അതേപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നോക്കാനുണ്ട്. ദെൻ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ്, നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇനി ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് കുറെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്ലൈഡിലൂടെ നോക്കാം. വാട്ട് ഈസ് സ്റ്റിമുലൈ, അതേപോലെ വാട്ട് ഈസ് റിസപ്റ്റേഴ്സ്, ഇവയാണ്. സ്റ്റിമുലൈ എന്ന് പറയുമ്പം നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മളൊരു പഴുത്ത മാങ്ങ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വീറ്റ് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതായത് ആ ഒരു മാമ്പഴം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അത്തരം ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റിമുലൈ എന്ന് വിളിക്കുക. That is, the senses that evoke responses in organism is called stimuli. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണയെയാണ് സ്റ്റിമുലൈ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സ്റ്റിമുലൈ നമ്മളെ ശരീരത്തിൽ എത്തിയാൽ നമ്മളെ ബോഡി റെസ്പോൺസസ് കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഇത്തരം സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. സോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻ ആൻഡ് അതർ പാർട്ട് ഓഫ് ബോഡി. ഈ ഒരു റിസപ്റ്റേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റിസീവ് സ്റ്റിമുലൈ. ഇവർക്ക് ഒരേ ഒരു ഫങ്ഷനേ ഉള്ളൂ. അവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാം. റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ സ്വീകരിച്ച് അവർ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് ആണ് ബ്രെയിനിലെത്തുന്നത്. ഈ ഒരു ഇമ്പൾസസ് ബ്രെയിനിൽ എത്തിയതിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിലെ പ്രതികരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ പ്രതികരണ പ്രവർത്തനങ്ങളെ എല്ലാം ഇത്തരം ആക്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ആണ്. ന്യൂറോൺസിനെ നമുക്ക് നെർവ് സെൽസ് എന്ന് പറയാം. നെർവ് സെൽസ് ആണ് ശരിക്കും നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. മറ്റ് സെൽസിലെല്ലാം കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിലും സെൽ മെംബ്രെയിൻസും സൈറ്റോപ്ലാസും ന്യൂക്ലിയസും ഇത്തരം പാർട്സൊക്കെ ഇതിലും കോമൺ ആയിട്ട് കാണും. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പാർട്സ് കൂടി നമുക്ക് ഈ ഒരു ന്യൂറോൺസിൽ കാണാൻ പറ്റും. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ന്യൂറോൺ സ്ട്രക്ചറാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് ന്യൂറോണിൻ്റെ ഡയഗ്രാം. മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽസ്. ഇത്രയാണ് മെയിനായിട്ടുള്ള പാർട്സ്. ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഞാൻ പറയാത്ത കുറച്ച് പാർട്സ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതിൻ്റെ പിക്ചർ ചോദിക്കാറുണ്ട്, ദെൻ എക്സ്പ്ലനേഷൻസ് ചോദിക്കാറുണ്ട്, ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് ചോദിക്കാറുണ്ട്. സോ നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോവാതെ പഠിക്കേണ്ട ഒരു പാർട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഓക്കെ, നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ഡെൻഡ്രോൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ സെൻട്രൽ പാർട്ടിൽ ഒരു ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്. ഈ ഒരു പാർട്ട് നമ്മളെ എല്ലാ കോശങ്ങളിലും കാണുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം, ഈ ഒരു പാർട്ടിനെ നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കുന്നു. സെൽ ബോഡിക്ക് ചുറ്റുമായിട്ട് കുറച്ച് ഷോർട്ട് ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ആം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്.
ഈ ഷോർട്ട് ഫിലമെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രോൺ കഴിഞ്ഞിട്ട് നമുക്ക് ഡെൻഡ്രൈറ്റ്. ഏതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഡെൻഡ്രൈറ്റ്? നമ്മൾ പറഞ്ഞു ഡെൻഡ്രോൺ ഉണ്ട്. ഡെൻഡ്രോണിൻ്റെ ടിപ്പ് പോർഷനിൽ ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. ദീസ് ബ്രാഞ്ചസ് ആർ കോൾഡ് ഡെൻഡ്രൈറ്റ്. ഇനി ഡെൻഡ്രൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോൺ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു ന്യൂറോൺ മാത്രമല്ല ഉള്ളത്, ഒട്ടനവധി ന്യൂറോൺസ് ഉണ്ട്. നമ്മുടെ റിസപ്റ്റർ സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നു, ദെൻ ഇമ്പൾസസ് ആക്കി മാറ്റുന്നു. ആ ഇമ്പൾസസ് ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു ന്യൂറോൺസാണ്. ഒരു ന്യൂറോൺസിൽ നിന്ന് നെക്സ്റ്റ് ന്യൂറോൺസിലോട്ട് ഇങ്ങനെ പാസ് ചെയ്താണ് നമ്മൾ ബ്രെയിൻ വരെ എത്തുന്നത്. അപ്പം ഇങ്ങനെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. സോ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഫങ്ഷൻ ടു റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ദ നെക്സ്റ്റ് പാർട്ടാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഷോർട്ട് ഫിലമെൻസിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. നമ്മുടെ ഇമ്പൾസസ് ഇപ്പം ഡെൻഡ്രൈറ്റിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു ഇമ്പൾസിനെ ഡെൻഡ്രൈറ്റിൽ നിന്നും സെൽ ബോഡിയിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പാർട്ടാണ് ഡെൻഡ്രോൺ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പാർട്ട് ഷ്വാൻ സെൽ. നമുക്കിവിടെ ഒരു ആക്സോൺ എന്ന് പറയുന്ന ഒരു ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് കാണാൻ പറ്റും. അതിൽ എൻസർക്കിൾ ചെയ്ത് കാണുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽ. സോ ഷ്വാൻ സെൽ എന്ന് പറഞ്ഞാൽ ഇത് എൻസർക്കിൾ ദ ആക്സോൺ. സോ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഫങ്ഷൻ ടു റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. Then dendron is a short filament from the cell body which carries impulses from dendrite to the cell body. Schwann cell which encircle the axon. നെക്സ്റ്റ് പാർട്ടാണ് ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ലോങ്ങസ്റ്റ് ഫിലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. നമ്മുടെ സെൽ ബോഡിയിൽ എത്തിയിരിക്കുന്ന ഇമ്പൾസിനെ ഔട്ട്സൈഡിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോകുന്ന പാർട്ടാണ് ആക്സോൺ എന്ന് പറഞ്ഞാൽ. ആക്സോൺ ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ ഫങ്ഷൻ ടു ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. നമ്മൾ ഡെൻഡ്രൈറ്റിനെ പറഞ്ഞ പോലെ തന്നെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. സോ സെയിം തന്നെ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആ ഒരു ടേമും തന്നെ നമുക്ക് പറയാൻ പറ്റും. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ഫങ്ഷൻ വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. നമ്മുടെ ആക്സോണിൽ നിന്നും ഇമ്പൾസിനെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന സ്ട്രക്ചറിലോട്ട് കൊണ്ടുപോകുന്ന പാർട്ടാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ദ ലാസ്റ്റ് പാർട്ടാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാം ആക്സോണൈറ്റിൻ്റെ ലാസ്റ്റ് പോർഷൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോർഷൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ കാണാം, ചെറിയൊരു ബൾജ് ചെയ്തൊരു സ്ട്രക്ചർ. ഈ ഒരു ടിപ്പ് പോർഷനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുക. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, ഇറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ആക്സോൺ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ്. ദെൻ വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ
ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ആക്സോണൈറ്റിൻ്റെ ടിപ്പ് പോർഷൻ വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ.